നമ്മുടെ യാത്രയുടെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഭാരതത്തിലെ ഏറ്റവും പ്രശസ്തമായ വിഷ്ണു ക്ഷേത്രങ്ങളിലൊന്നായ ശ്രീ രംഗനാഥ സ്വാമി ക്ഷേത്രത്തിലാണ്. ഇത് ഒരു ക്ഷേത്രം മാത്രമല്ല, നൂറ്റാണ്ടുകളുടെ ചരിത്രവും ഭക്തിയും സംസ്കാരവും ഒത്തുചേരുന്ന ഒരു മഹാപുണ്യക്ഷേത്രമാണ്. ഭൂലോകത്തിലെ വൈകുണ്ഠമാണ്. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിക്ക് സമീപമുള്ള ശ്രീരംഗം എന്ന ദ്വീപിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാവേരി നദിയും കൊള്ളിടം നദിയും ചേർന്ന് രൂപം കൊണ്ട ദ്വീപിലാണ് ഈ അദ്ഭുത ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ആദിശേഷൻ്റെ മേൽ ശയിക്കുന്ന മഹാവിഷ്ണുവാണ്. അതുകൊണ്ടാണ് ഭഗവാനെ ശ്രീ രംഗനാഥൻ എന്ന് വിളിക്കുന്നത്. ഭഗവാന്റെ ദിവ്യമായ രൂപം കാണുമ്പോൾ മനസ്സിനൊരു പ്രത്യേക ശാന്തി അനുഭവപ്പെടുന്നു. ഈ ക്ഷേത്രത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് വിശ്വാസം. ചോള രാജാക്കന്മാരും പാണ്ഡ്യരാജാക്കന്മാരും വിജയനഗര സാമ്രാജ്യവും ഈ ക്ഷേത്രത്തിൻ്റെ വികസനത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ ആദ്യം നമ്മളെ ആകർഷിക്കുന്നത് അതിൻ്റെ ഭീമാകാരമായ രാജഗോപുരമാണ്. ഏകദേശം 236 അടി ഉയരമുള്ള രാജഗോപുരം ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്ര ഗോപുരങ്ങളിൽ ഒന്നാണ്. അകത്ത് കടക്കുമ്പോൾ 7 പ്രകാരങ്ങളും മനോഹരമായ മണ്ഡപങ്ങളും അതിമനോഹരമായ ശില്പങ്ങളും കാണാം. ഓരോ കല്ലും ഓരോ കഥ പറയുന്നത് പോലെ തോന്നും. ശ്രീ വൈഷ്ണവ സമ്പ്രദായത്തിലെ മഹാനായ ആചാര്യൻ ശ്രീ രാമാനുജൻ തൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം ശ്രീരംഗത്ത് ചെലവഴിച്ചു. ക്ഷേത്ര ആരാധനാ രീതികൾ ക്രമീകരിക്കുകയും വൈഷ്ണവ ഭക്തി പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ വിശിഷ്ട സാന്നിധ്യം ഇന്നും ക്ഷേത്രത്തിൽ ഭക്തർക്ക് ദർശിക്കാവുന്നതാണ്. ഇവിടെ ദർശനത്തിനെത്തുന്ന ഓരോ ഭക്തനും മനസ്സിലൊരു പ്രത്യേക സമാധാനം അനുഭവപ്പെടും. ഭഗവാന്റെ തിരുമുഖം കാണുന്ന നിമിഷം എല്ലാ ചിന്തകളും അലിഞ്ഞു പോകുന്നത് പോലെ തോന്നും. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് പലതായിരിക്കാം, പക്ഷേ ഭഗവാൻ തരുന്നത് മനസ്സമാധാനമാണ്. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഉത്സവമാണ് വൈകുണ്ഠ ഏകാദശി. ഈ സമയത്ത് ലക്ഷക്കണക്കിന് ഭക്തരാണ് ശ്രീരംഗത്തേക്ക് എത്തുന്നത്. ഇവിടുത്തെ പരമപദവാസൽ, അതായത് സ്വർഗവാതിൽ തുറക്കുന്ന ചടങ്ങ് കാണാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്താറുണ്ട്. നമ്മുടെ വൈകുണ്ഠ ഏകാദശി അന്നാണ് ഈ സ്വർഗവാതിൽ തുറക്കുന്നത്. ജീവിതത്തിൽ എത്ര തിരക്കിലായാലും ഇത്തരം ക്ഷേത്രങ്ങളിലേക്കുള്ള ഒരു യാത്ര മനസ്സിനെ ശുദ്ധീകരിക്കുകയും പുതിയൊരു ഊർജം നൽകുകയും ചെയ്യുന്നു. പ്രാർത്ഥനകളെല്ലാം നിറവേറണമെന്നില്ല, പക്ഷേ പ്രാർത്ഥിക്കുന്ന മനസ്സ് ഒരിക്കലും ശൂന്യമാകില്ല. നമുക്കങ്ങനെ ഭഗവാന്റെ ദിവ്യ ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭഗവാന്റെ പ്രസാദമായ വളരെ രുചിയുള്ള ഒരു വെൺപൊങ്കൽ കഴിക്കാനുള്ള ഭാഗ്യം കിട്ടി. അങ്ങനെ എല്ലാവരും പ്രസാദവും കഴിച്ച് പുറത്തിറങ്ങി. നല്ല ദർശനമായിരുന്നു. തൊട്ടരികിൽ തന്നെ ഒരു ചെറിയൊരു ഹോട്ടലാണ്, പക്ഷേ അവിടുത്തെ രുചിയും ഗംഭീരം തന്നെ പറയാം. അന്ന് ദ്വാദശി ദിവസമായിരുന്നു. നമ്മളന്ന് അവിടെ എത്തിയത് ഒരു ദ്വാദശിക്കായിരുന്നു. സോ അന്നത്തെ സ്പെഷ്യൽ, അവർക്ക് അതിൻ്റേതായ ഓരോ ചിട്ടകളുണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അവരുടെ ആ സൈഡ് ഡിഷ് എന്തൊക്കെയാണെന്ന് അവർ ബോർഡിൽ ആൾറെഡി ഇട്ടിട്ടുണ്ട്. അങ്ങനെ നല്ല ഉച്ചഭക്ഷണവും കഴിഞ്ഞ് നമ്മൾ ആ സ്ട്രീറ്റൊക്കെ ഒന്ന് ചുറ്റി നോക്കാൻ പോയി. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ഷേത്രം കാണുന്നത്. അതായത് ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ഗോപുരവാതിലുകളും സ്ട്രീറ്റുകളും കടകളും വീടുകളും. പൊതുവേ ക്ഷേത്രത്തിന് പുറത്ത് നമ്മളിതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇതൊക്കെ ചേർന്നതാണ് ഈ ക്ഷേത്രം. അത്രയ്ക്ക് ബ്രഹ്മാണ്ഡമായ ഒരു ദിവ്യമായ ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഈ ശ്രീരംഗനാഥ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇത്തരം ക്ഷേത്രവിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും യാത്രകളും രുചിക്കൂട്ടുകളും കാണാൻ മനസ് ഹോം ഡയറീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. Till then, bye for now.